السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലെ മഹത്തായ 10 മര്യാദകളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽഹംദുലില്ലാഹ് 8 കാര്യങ്ങൾ പൂർത്തീകരിച്ച് 9ാമത്തേതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചത്. ഒരുപാട് മര്യാദകൾ നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കേണ്ടതായ, നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായ മര്യാദകൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു ചെറു കൃതിയാണിത്. ബഹുമാന്യ പണ്ഡിതൻ അഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം ക്രോഡീകരിച്ച ചെറു ഗ്രന്ഥമാണിത്. സഹോദരങ്ങളെ, അവസാനമായി നമ്മൾ 9ാമത്തെ അദബു ത്വരീഖ്, വഴിയിൽ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ചാണ് പറഞ്ഞത്. ഷെയ്ഖ് അദ്ദേഹം പറഞ്ഞു, അഅതി ത്വരീഖ ഹഖഹു ഫഗുല്ല ബസറക വകുഫൽ അദാ വറുദ്ദ സലാം വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. അഅതി ത്വരീഖ ഹഖഹു, വഴിയിൽ നൽകേണ്ടതായ ബാധ്യത നിറവേറ്റുക, വഴിയിൽ പാലിക്കേണ്ടതായ മര്യാദകൾ പാലിക്കുക. അഥവാ ഒരാൾ വഴിയിൽ ഇരിക്കുകയാണെങ്കിൽ അയാൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളുണ്ട്. അത് വഴിയോടുള്ള ഹക്കാണ്, ബാധ്യതയാണ്. ഫഗുല്ല ബസറക്, ശേഷം ആ വഴിയിൽ പാലിക്കേണ്ടതായ ബാധ്യതകളെക്കുറിച്ച് അദ്ദേഹം ഉണർത്തുകയാണ്. ഫഗുല്ല ബസറക, നീ നിൻ്റെ കണ്ണ് താഴ്ത്തുക. വകുഫൽ അദാ, ഉപദ്രവത്തെ പിടിച്ചു വെക്കുക, ഉപദ്രവത്തെ തടയുക. വറുദ്ദ സലാം, സലാം മടക്കുക. വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക. വൻഹ അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, വഴി എന്നത് ആ വഴിയിൽ ഇരിക്കുന്നതിനെ തൊട്ട് ജാഗ്രത കൈക്കൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഴികളിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ കരുതിയിരിക്കുക, സൂക്ഷിക്കുക, ജാഗ്രത കൈക്കൊള്ളുക. ഫഖാലു, സഹാബത്ത് തിരിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, മാലന മിൻ മജാലിസിന ബുദ്ദുൻ നതഹദ്ദസു ഫീഹ, നമുക്ക് അത്തരം വഴികളിൽ നിന്ന് സംസാരിക്കേണ്ട, അതല്ലെങ്കിൽ ഇരിക്കേണ്ട, നിൽക്കേണ്ട നിർബന്ധമായ ഒരവസ്ഥ വന്നാൽ നമ്മൾ എന്തു ചെയ്യും? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അബൈതും ഇല്ലൽ മജ്ലിസ ഫഅഅതു ത്വരീഖ ഹഖഹു, നിങ്ങൾക്ക് അത്തരം വഴിയിൽ ഇരിക്കാൻ, നിൽക്കാൻ ആവശ്യമായി വന്നാൽ നിർബന്ധമായും നിങ്ങൾക്ക് ഇരിക്കലല്ലാതെ, അവിടെ നിന്ന് സംസാരിക്കലല്ലാതെ ഒരു മാർഗവുമില്ല എങ്കിൽ ആ വഴിയിൽ പാലിക്കേണ്ട മര്യാദകൾ നിങ്ങൾ പാലിക്കുക, ആ വഴിക്ക് നൽകേണ്ടതായ നിർബന്ധ ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റുക. ഖാലു, സഹാബത്ത് തിരിച്ചു ചോദിച്ചു, വമാ ഹഖ്ഖു ത്വരീഖ് യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, വഴിയിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് അള്ളാഹുവിൻ്റെ റസൂലെ വഴിയോടുള്ള ബാധ്യതകൾ?
വഴിയിൽ നിറവേറ്റേണ്ടതായ ബാധ്യതകൾ എന്തൊക്കെയാണ്? ഖാല, അവിടുന്ന് പറഞ്ഞു, ഗള്ളുൽ ബസർ, കണ്ണുകൾ താഴ്ത്തുക, വകഫുൽ അദാ, ഉപദ്രവം തടയുക, പിടിച്ചു വെക്കുക, വറദ്ദു സലാം, സലാം മടക്കുക, വൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നിന്നും വ്യക്തമാണ് വഴിയിൽ ഇരിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട, ജാഗ്രത കൈക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. കാരണം ഇരിക്കേണ്ടി വന്നാൽ ഈ പറഞ്ഞ ബാധ്യതകൾ നിറവേറ്റണം. അല്ലാതെ ഇരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ കുറ്റക്കാരനാവാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളായി മാറാൻ സാധ്യതയുണ്ട്. കാരണം അവിടുന്ന് തുടങ്ങിയത് വഴികളിൽ ഇരിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുക, ജാഗ്രത കൈക്കൊള്ളുക, ശ്രദ്ധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. വഴിയിൽ, റോഡരികിൽ അങ്ങനെ ഇരിക്കുക എന്നതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇരിക്കേണ്ടി വന്നാൽ, സ്വഹാബത്ത് ചോദിച്ചതുപോലെ ഇരിക്കേണ്ടി വന്നാൽ, സംസാരിക്കേണ്ടി വന്നാൽ അത്തരമൊരു ഘട്ടത്തിൽ എന്തു വേണം? ഷെയ്ഖ് പറയുന്നു, അഅതി ത്വരീഖ ഹഖ്ഖഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന പരാമർശമാണത്. ആ വഴിയിൽ നിറവേറ്റേണ്ടതായ ബാധ്യതകൾ നിറവേറ്റുക, വഴിയോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റുക. അതിൽ ഒന്നാമത്തത് ഫഗുല്ല ബസറക്, നിന്റെ കണ്ണ് താഴ്ത്തുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, കണ്ണുകൾ താഴ്ത്തുക എന്നുള്ളത് പൊതുവെ മനുഷ്യന് പ്രയാസകരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ വിളിച്ചു പറഞ്ഞതാണ് കണ്ണുകൾ താഴ്ത്തുക എന്നുള്ളത്. പൊതുവെ ഓരോ സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയും പാലിക്കേണ്ടതാണ് കണ്ണുകൾ താഴ്ത്തുക എന്നുള്ളത്. അഥവാ നോക്കാൻ പാടില്ലാത്ത ഹറാമിൻ്റെ കാഴ്ചകളിൽ നിന്നും കണ്ണുകൾ താഴ്ത്തണം. ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളോട് നബിയെ പറയുക, അവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊള്ളുക. അതേപോലെ വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന, മുഅ്മിനത്തുകളായ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് നബിയെ പറയുക, അവരുടെ കണ്ണുകൾ താഴ്ത്താൻ. ഇങ്ങനെ ആണിനോടും പെണ്ണിനോടും അള്ളാഹു കൽപ്പിച്ച കാര്യമാണിത്. ഇത് പൊതുവെ ശ്രദ്ധിക്കണം. എങ്കിൽ ഈ ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുകയാണ്, സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുകൾ നിരുപാധികം അയച്ചുവിടുക എന്നുള്ളത് ഒരു കയറ് കെട്ടി നമ്മൾ എറിയുന്നത് പോലെയാണ്. ആ കയറ് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയൊക്കെ പോകുന്നുവോ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുത്ത് തിരിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലേക്ക് എത്തും എന്നതുപോലെയാണ് നമ്മുടെ നോട്ടം. അതെവിടെ ചെന്ന് പതിക്കും, എങ്ങനെയൊക്കെ പതിക്കും, ഏതിൻ്റെ മേലെയൊക്കെ ചെന്ന് വീഴും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലം അത് വളരെ ഗുരുതരമാണ്. കണ്ണിൻ്റെ നോട്ടം കൊണ്ട് അതിൻ്റെ സ്വാധീനം ഹൃദയത്തിലേക്കുണ്ടാകും. പൊതുവെ സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആദ്യത്തെ നോട്ടം അത് നമുക്ക് അനുവദനീയമാണ്. കാരണം നോക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ നടന്നു പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ പല കാഴ്ചകളും നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരും. അത് നമുക്ക് തടയാൻ സാധിക്കുകയില്ല. എന്നാൽ രണ്ടാമത് വീണ്ടും നോക്കുക എന്നുള്ളത് വിലക്കപ്പെട്ടതാണ്. ഒരു കാര്യത്തിലേക്ക് രണ്ടാമതായി നോക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. ആദ്യത്തെ നോട്ടം അത് പൊതുവെ സ്വാഭാവികമാണ്, സാധാരണ തടയാൻ പറ്റാത്തതാണ്. എന്നാൽ അതിനെ പിന്തുടർന്ന് നോക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയാണെങ്കിൽ വെറുതെ സൊറവറിഞ്ഞ് വഴിയരികിൽ, റോഡരികിൽ ഇരിക്കുമ്പോൾ ഈ കാര്യം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കൂ, വെറുതെ റോഡരികിലും വഴിയരികിലും ചെന്നിരുന്നാൽ സാധാരണ ഇരിക്കുന്നതിന് എന്തിനാണ്? നാട്ടുവർത്താനം പറയാനാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ട്രാഫിക് പോലീസിൻ്റെ പണിയാണ്. വലത്തോട്ടേക്കും ഇടത്തോട്ടേക്കും ഇങ്ങനെ കഴുത്തിങ്ങനെ പോകും. കാരണം ആരൊക്കെയാണ് പോകുന്നത്, ആരൊക്കെയാണ് വരുന്നത്? ഇതാണ് പൊതുവെ വഴിയരികിൽ ഇരിക്കുന്ന ആളുകൾ ചെയ്യാറുള്ളത്. കണ്ണിനെ നിയന്ത്രിക്കാൻ പൊതുവെ സാധിക്കുകയില്ല.
അതുകൊണ്ടാണ് ഇരുത്തം പ്രശ്നമാണ് എന്ന് പറഞ്ഞത്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഒന്നാമതായി ഈ മര്യാദ ഒരാൾക്ക് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ അയാൾ അതുകൊണ്ട് വലിയ അപകടത്തിലായി തീരും. കണ്ണുകൾ അത് നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങൾ. ആ വിഷയത്തിൽ ചില പണ്ഡിതന്മാർ സുദീർഘമായ എഴുത്തുകൾ തന്നെ എഴുതിയതായി കാണാം. ഒരുപാട് ഗുണങ്ങൾ. അതിലൊന്നാമത്തത്, ഒരാൾ കണ്ണുകൾ താഴ്ത്തുകയാണെങ്കിൽ, നിയന്ത്രിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അയാൾ പാലിച്ചു. രണ്ടാമത്തെ കാര്യം, നോട്ടമെന്നത് വിഷം പുരട്ടിയ അമ്പ് പോലെയാണ്. അത് എവിടെയെങ്കിലും ചെന്നു പതിച്ചാൽ അതിൻ്റെ അനന്തരഫലം ഹൃദയത്തിലേക്കാണ് വരിക. പിന്നെ ഹൃദയത്തിന് രോഗങ്ങളുണ്ടാകും, ഹൃദയത്തിൽ തോന്നലുകൾ, ചിന്തകളുണ്ടാകും. മൂന്നാമത്തെ കാര്യം, ഒരാൾ അയാളുടെ ദൃഷ്ടി താഴ്ത്തിക്കഴിഞ്ഞാൽ, കണ്ണുകൾ താഴ്ത്തിക്കഴിഞ്ഞാൽ അയാളുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അടുപ്പം അത് വർദ്ധിക്കും. നേരെ മറിച്ച് ഒരാൾ കണ്ണിനെ നിയന്ത്രിക്കാതെ വിട്ടുകഴിഞ്ഞാൽ അയാൾക്ക് റബ്ബുമായുള്ള അകലമാണ് ഉണ്ടാവുക. കാരണം ചിന്തകൾ മാറും, പിന്നീട് പല രൂപത്തിലുള്ള ചിന്തകളിലേക്കും എത്തിപ്പെടും. നാലാമത്തെ കാര്യം, ഹൃദയത്തിന് ശക്തി പകരും കണ്ണുകൾ താഴ്ത്തുക എന്നുള്ളത്. അതുപോലെ സന്തോഷവും സമാധാനവും നൽകും. കാരണം നോക്കിയതെല്ലാം നമുക്ക് അർഹതപ്പെടാത്തതായിരിക്കും. എല്ലാറ്റിലേക്കും നമുക്ക് നോക്കാൻ അനുവാദമില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് പിന്നീട് മനസ്സിന് പ്രയാസങ്ങളുണ്ടാകും, മനസ്സ് ദുർബലപ്പെട്ടു പോകും. എന്നാൽ ഒരാൾ ആ നോട്ടം താഴ്ത്തിയാൽ, കണ്ണുകൾ ശ്രദ്ധിച്ചാൽ അയാൾക്ക് ഹൃദയം ശക്തിപ്പെടുത്താനും ഹൃദയത്തിന് സന്തോഷം പകരാനും സാധിക്കും. അഞ്ചാമത്തെ കാര്യം, ഒരാൾ കണ്ണുകൾ താഴ്ത്തിയാൽ, നോക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നോക്കാതിരുന്നാൽ അയാളുടെ ഹൃദയത്തിന് പ്രകാശമുണ്ടാകുമെന്നാണ്. ഹൃദയത്തിന് പ്രകാശമുണ്ടാകും. ആറാമത്തെ കാര്യം, ഒരാൾ കണ്ണുകൾ താഴ്ത്തിയാൽ, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, സത്യവും അസത്യവും, സത്യവും കളവും, ഹക്കും ബാത്തിലും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. കാരണം കണ്ണുകൾ അയച്ചുവിട്ടാൽ സഹോദരങ്ങളെ നമ്മുടെ ചിന്തകൾ ചിതറിപ്പോകും. നേരെ മറിച്ച് ആ വിഷയം ശ്രദ്ധിച്ചാൽ ഒരുപാട് സമാധാനം നമുക്ക് ലഭിക്കും, ഒരുപാട് സമാധാനം ലഭിക്കും. ആധുനികരായ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അവർ വല്ല കാര്യത്തിനും അങ്ങാടികളിലേക്ക് പുറത്തിറങ്ങി തിരിച്ച് മസ്ജിദിലേക്കോ അതല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്കോ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പഠിച്ച പലതും മറന്നുപോയതുപോലെ അവർക്ക് തോന്നിപ്പോകും. കാരണം പലതും കണ്ട് ആ കണ്ണിൻ്റെ കാഴ്ചയിലൂടെ ഹൃദയത്തിന് സ്വാധീനമുണ്ടാക്കും. പഠിച്ചത് മറന്നുപോയതുപോലെ അനുഭവപ്പെടും എന്ന് പറഞ്ഞതായി കാണാം. ഏഴാമത്തെ കാര്യം, ഹൃദയത്തിന് ധൈര്യവും സ്ഥൈര്യവും ലഭിക്കാൻ ഇത് കാരണമാണ്. ഒരാൾ കണ്ണുകൾ താഴ്ത്തിയാൽ അയാൾക്ക് ഹൃദയത്തിന് ധൈര്യവും സ്ഥൈര്യവും ലഭിക്കും. എട്ടാമത്തെ കാര്യം, പിശാച് ഹൃദയത്തിന് വസ്വാസ് ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് കണ്ണ്. ആദ്യം ദൃഷ്ടിയിലൂടെ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ നോട്ടം പതിപ്പിച്ചാൽ അതിൻ്റെ സ്വാധീനം ഹൃദയത്തിൽ ഉണ്ടാക്കിയാൽ പിന്നെ അതിൻ്റെ പിന്നാലെ കൂടും, അതിനെക്കുറിച്ച് ചിന്തയുണ്ടാകും. അങ്ങനെ ഒരാളെ പിഴപ്പിക്കാൻ സാധിക്കും. ഒൻപതാമത്തെ കാര്യം, ഒരാൾ അയാളുടെ കണ്ണിനെ നിയന്ത്രിച്ചാൽ അയാളുടെ ചിന്തയെയും നിയന്ത്രിക്കാൻ സാധിക്കും. കണ്ണിനെ അയച്ചുവിട്ടാൽ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. പല രൂപത്തിലുള്ള ചിന്തകളുമായിരിക്കും മനസ്സിലേക്ക് കടന്നു വരിക. ഒരുപാട് ചിന്തകൾ, മോശമായ ചിന്തകൾ, അനാവശ്യമായ ചിന്തകൾ കടന്നു വരും. നേരെ മറിച്ച് അതിൽ നിന്നൊരാൾ ശ്രദ്ധിച്ചാൽ അയാൾക്ക് നല്ലത് ചിന്തിക്കാനുള്ള അവസരം കിട്ടും. പത്താമത്തേത് സഹോദരങ്ങളെ, ഒരാളെ സംബന്ധിച്ചിടത്തോളം കണ്ണും ഹൃദയവും ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിൻ്റെ സ്വാധീനം ഹൃദയത്തിനുണ്ടാകും. അതുകൊണ്ട് ഒരാൾ നോട്ടം നന്നാക്കിയാൽ അയാളുടെ ഹൃദയം നന്നാവും. ഒരാളുടെ നോട്ടം മോശമായി പോയാൽ അതിൻ്റെ സ്വാധീനം കാരണത്താൽ അയാളുടെ ഹൃദയം ഫസാദിലാകും. ഇങ്ങനെ 10ഓളം കാര്യങ്ങൾ, ഇത് വിശദമായി പറയേണ്ട 10 കാര്യങ്ങളാണ്, ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. ഒരാൾ അയാളുടെ ദൃഷ്ടികൾ, കണ്ണുകൾ താഴ്ത്തിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ഗുണങ്ങളാണിവ. അപ്പോൾ സഹോദരങ്ങളെ, ഒരാൾ വഴിയരികിൽ വെറുതെ പോയിരുന്നാൽ, വഴിയിൽ പോയിരുന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, പ്രത്യേകതകളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരാളും തഖ്വ കൂടിയാൽ റോഡരികിൽ പോയിരിക്കുകയില്ല. തഖ്വ കൂടിയാൽ മസ്ജിദിലോ
ഇൽമിൻ്റെ മജ്ലിസിലോ അതല്ലെങ്കിൽ ഒന്നുമല്ലെങ്കിൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കും. ഇത് വഴിയരികിൽ പോയി ഇരിക്കുക എന്നുള്ളത് പൊതുവേ ഒരു തമാശ വിനോദം എന്ന അവസ്ഥയിലാണ്. ഈ ഒരു ബാധ്യത പാലിക്കാൻ സാധിച്ചില്ല എങ്കിൽ വളരെ ഗുരുതരമായ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ മസ്അല അഥവാ വഴിയിൽ പാലിക്കേണ്ട ബാധ്യത വകുഫൽ അദ. ഷെയ്ഖ് പറഞ്ഞു വകുഫൽ അദ, ഉപദ്രവം തടയുക, ഉപദ്രവം പിടിച്ചു വെക്കുക. അഥവാ ഒരാൾക്കും നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ റോഡരികിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പോകുന്നയും വരുന്ന ആളുകളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോകും, ആളുകളെ പരിഹസിക്കാൻ സാധ്യതയുണ്ട്. ആളുകളെ കാണുമ്പോൾ ചിലപ്പോൾ വെറുതെ ചിരിക്കും, അത് അയാൾക്ക് പ്രയാസമുണ്ടാകും, കളിയാക്കി ചിരിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും സംസാരങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുക എന്നത് ഉണ്ടാവാൻ പാടില്ല. അതിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത്തരം സ്ഥലങ്ങളിൽ പോയി നിൽക്കാൻ പാടുള്ളൂ. ഇങ്ങനെ റോഡരികിൽ ഇരിക്കുന്ന പല സന്ദർഭങ്ങളിൽ നമ്മൾ കാണാറുള്ള കാഴ്ചകൾ എന്താണ്? കുറേ കഴിഞ്ഞാൽ തമ്മാമി തന്നെ അടിയുണ്ടാവും. അതല്ലെങ്കിൽ പോകുന്ന ആളുകൾ ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കും. അതല്ലെങ്കിൽ അതുവഴി പോകുന്ന ഒരൊറ്റ മനുഷ്യന്മാരെയും വെറുതെ വിടൂല. വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും കുത്തിപ്പറച്ചലുകൾ കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും പല രൂപത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും. സഹോദരങ്ങളെ, വഴിയിൽ ഒരു മുള്ള് അതല്ലെങ്കിൽ ഒരു മരക്കഷ്ണം എടുത്തു മാറ്റിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ഒരാൾ നടന്നു പോകുമ്പോൾ വഴിയിൽ അയാളൊരു മുള്ള് കണ്ടു, അതല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മരത്തിൻ്റെ കൊമ്പ് കണ്ടു. അങ്ങനെ ഫഅഖറഹു, അതിനെ അയാൾ എടുത്തു മാറ്റി, ആ വഴിയിൽ നിന്നും ആ ഒരു പ്രയാസമെടുത്ത് നീക്കി. ഫശക്കറ അല്ലാഹു ലഹു ഫഗഫറ ലഹു, അല്ലാഹു തആല അയാൾ ആ ചെയ്ത പ്രവർത്തനം സ്വീകരിക്കുകയും അയാൾക്ക് അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യും. ഒരു ചെറിയ കാര്യമാണ്. വഴിയിലുള്ള ഇതുപോലെയുള്ള തടസ്സം എടുത്തു മാറ്റിയാൽ തന്നെ വലിയ പ്രത്യേകതയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, യുമീതുൽ അദാ അനി ത്വരീഖി സദഖത്തുൻ, വഴിയിൽ നിന്നുള്ള പ്രയാസം നീക്കുക എന്നുള്ളത് സ്വതക്കയാണ്. ഇങ്ങനെ സാധാരണഗതിയിൽ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല എങ്കിൽ അവിടെ വെറുതെ കമ്പനി അടിച്ചിട്ടുള്ള എല്ലാ പ്രശ്നത്തിനും നിന്നാൽ എങ്ങനെ ഉണ്ടാവും? എത്ര അപകടകരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രയാസങ്ങൾ ഉപദ്രവങ്ങൾ തടുക്കാൻ സാധിക്കുമോ എങ്കിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്നാണ്. നാലാമത്തേത് ഷെയ്ഖ് പറഞ്ഞു വറുദ്ദ സലാം, സലാം പറഞ്ഞാൽ ആരെങ്കിലും സലാം പറഞ്ഞാൽ സലാം മടക്കണം, സലാം തിരിച്ചു മടക്കണം. അത് വഴിയിൽ പാലിക്കേണ്ട ബാധ്യതയാണ്. അഞ്ചാമത്തെ മസ്അല വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. ഇപ്പോൾ റോഡരികിൽ നിന്നാൽ വഴിയരികിൽ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ നന്മ കൽപ്പിക്കണം, കാണുന്ന ആൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം. പറ്റുമോ? സാധിക്കോ? തിന്മ വിരോധിക്കണം. തിന്മകൾ കണ്ടാൽ കൈകൊണ്ട് അതല്ലെങ്കിൽ നാവ് കൊണ്ട് തടുക്കാൻ സാധിക്കണം, അതല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കാൻ സാധിക്കണം. അപ്പോൾ അതിനല്ലേ നേരെ ഉണ്ടാവുള്ളൂ. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും സാധിക്കണം, എങ്കിൽ മാത്രമേ ഇരിക്കാൻ അനുവാദമുള്ളൂ. ഇതെവിടെ സാധിക്കും? അതുകൊണ്ടാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സൂക്ഷിക്കണം, ജാഗ്രത കൈക്കൊള്ളണം എന്ന് പറഞ്ഞത്. ആ ഇരിക്കുന്ന ആളോട് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കാൻ വേണ്ടി വരും അല്ലേ? ഇരിക്കുന്ന ആൾക്കാരോടാണ് അതുവഴി പോകുന്ന ആളുകൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടി വരിക. കാരണം എന്താ? മര്യാദക്ക് നിസ്കരിക്കാൻ പോവോ, നിസ്കാരം ജമാഅത്തിനെത്തുവോ ഒക്കെ പരിശോധിക്കാൻ ഇപ്പുറന്ന ആൾ വേറെ പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും പ്രാപ്തരാണെങ്കിൽ അവരാ പണിയെടുക്കില്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമാണ്. വെറുതെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക, വെറുതെ ഇരിക്കുക, റോഡരികിൽ പോയിരിക്കുക എന്നുള്ളത് പാടില്ല. പല ആളുകളും പല ന്യായങ്ങളുമാണ് പറയാറുള്ളത്. അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്, അവിടെ പോയിരുന്ന ഇങ്ങനെയാണ്. ചില ആളുകൾക്ക് പള്ളി പറ്റൂല, പള്ളിയിൽ പ്രശ്നമാണ്, അതുകൊണ്ട് റോഡുമ്പോൾ പോയിരിക്കുക. പള്ളി പറ്റൂലെങ്കിൽ പോയിട്ട് വീട്ടിലിരിക്കണം. പള്ളിയിൽ പറ്റാതാവരുതല്ലോ. പള്ളി അള്ളാഹുവിൻ്റെ ഭവനമാണ്. അവിടെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടിയാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. വേറെ പണിയെടുക്കാതിരുന്നാൽ മതി. വേറെന്തെങ്കിലും ജാതി പണിയെടുത്താലേ പള്ളിയിൽ ഇരിക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പള്ളി അയാൾക്ക് വളരെ മനോഹരമാണ്, ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പലരും പല ന്യായങ്ങളും പറഞ്ഞ്
ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിരുന്ന് ദീൻ പണയം വെക്കുകയാണ്. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞാൽ ദീന് നശിച്ചു പോകും. ശ്രദ്ധിക്കണം, വളരെ ഗൗരവമാണ് ഈ കാര്യം. കാരണം നമ്മൾ പലരും ഒരുപാട് ജാഹിലിയ സ്വഭാവങ്ങളിൽ നിന്നും തിരിച്ചു വന്നവരാണ്. ആ ഒരു മണം നമ്മുടെ മൂക്കിൻ്റെ അറ്റത്ത് എപ്പോഴും ഉണ്ടാകും. അതിലേക്ക് തിരിച്ചു പോവാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, നന്മയിലേക്ക് വരാൻ പ്രയാസമാണ്, എന്നാൽ തിന്മയിലേക്ക് എത്തിപ്പെടാൻ വളരെ പെട്ടെന്നെത്തും. വളരെ പെട്ടെന്ന് തിന്മയിലേക്ക് അധപ്പതിച്ചു പോവാൻ ഒരാൾക്ക് സാധിക്കും. നശിച്ചവൻ എങ്ങനെ നശിച്ചു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. പല രൂപത്തിലാണ് നശിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ദീനാണ്. ഇരിക്കേണ്ടവരുടെ കൂടെ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. സഹവാസം ശ്രദ്ധിക്കണം, കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. ദീനിനോ ദുനിയാവിനോ ഉപകാരമുണ്ടാവണം കൂട്ടുകെട്ടുകൾ കൊണ്ട്, ഇരുത്തം കൊണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സലഫുകൾ, നല്ലവരായ മുൻഗാമികൾ, അവർ പഠിപ്പിച്ചത് ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഒരാൾ വേറെ പണിയൊന്നുമില്ലെങ്കിൽ അവനവൻ്റെ വീട്ടിൽ അടങ്ങിയിരിക്കുക, നാവ് പിടിച്ചു വെക്കുക. അതുപോലെ അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റുകളെ തൊട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക. നേരം വെളുക്കുമ്പോൾ നിർബന്ധമായി പുറത്തിറങ്ങണം എന്ന് അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു നിയമമില്ല. 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം എന്നൊരു നിയമമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി. എന്നിട്ട് ആവശ്യമുള്ള സ്ഥലത്തേക്ക് പോവുക, ആവശ്യം കഴിഞ്ഞ് തിരിച്ചു മടങ്ങുക. അതാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫിത്നയുടെ കാലഘട്ടമാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഫിത്ന തന്നെയാണ്. നാട്ടിൽ നമ്മൾ ഇറങ്ങിയാൽ കാണുന്നതൊക്കെ ഫിത്നയാണ്. അപ്പം അങ്ങനെ ഒരുപാട് തിന്മകളും കോലാഹലങ്ങളും പ്രശ്നങ്ങളും അതൊക്കെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്തരം ഇരുത്തവും സഹവാസവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വഴിയിൽ പാലിക്കേണ്ട ഈ മര്യാദകൾ പാലിച്ച് കൊണ്ട് മാത്രമേ ആവശ്യമുണ്ടെങ്കിൽ നിൽക്കാനോ ഇരിക്കാനോ പാടുള്ളൂ. അതല്ലെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് പോവണം. അത്തരം സ്ഥലങ്ങളിൽ ഇരിക്കരുത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ അദ്ദേഹം ഈ പറഞ്ഞത്. വഴിയിൽ പാലിക്കേണ്ട മര്യാദകൾ, വഴിയോടുള്ള ബാധ്യതകളാണ്, നിർബന്ധ ബാധ്യതകളാണ്. നിർബന്ധം ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾ കുറ്റക്കാരനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ചെയ്തില്ലെങ്കിൽ കുറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ സഹോദരങ്ങളെ, ഷെയ്ഖ് ഇവിടെ പരാമർശിക്കാത്ത ഹദീസുകളിൽ വന്ന വേറെയും ചില മര്യാദകളുണ്ട്. വഴിയിൽ, റോഡരികിൽ പാലിക്കേണ്ട മര്യാദകൾ. ഉദാഹരണത്തിന് ഇർഷാദു സബീൽ. ഒരാൾ വഴി ചോദിച്ചാൽ, ഒരാൾ വഴി അന്വേഷിച്ചാൽ, വഴി ചോദിച്ചാൽ അയാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക, വഴി കാട്ടിക്കൊടുക്കുക എന്നുള്ളത് വഴിയിൽ പാലിക്കേണ്ട മര്യാദയാണ്. അതുപോലെ തന്നെ വതുഗീസുൽ മൽഹൂഫ വതഹ്ദുല്ലാ അല്ല. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, ആക്രമിക്കപ്പെട്ട ആളുകളെ സഹായിക്കുകയും വഴി തെറ്റിപ്പോയ ആളുകൾക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇതൊക്കെ വഴിയിൽ, റോഡരികിൽ പാലിക്കേണ്ട അദബുകളിൽ, മര്യാദകളിൽ പെട്ട കാര്യമാണ്. നമ്മളായിട്ട് ഉപദ്രവം ഉണ്ടാക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ നേരെ പോകുന്ന ആളെ വഴിതെറ്റിക്കാനോ പാടില്ലാത്തതാണ് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അൽ ആശിറു, 10ാമത്തെ കാര്യം, അദബുൽ ലിബാസ്, വസ്ത്രധാരണ മര്യാദ. വസ്ത്രവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളാണ് 10ാമതായി ഷെയ്ഖ് പറയുന്നത്. ഇൽബസിൽ ജമീല മിന സിയാബ് വഅഫ്ളലുഹാ അൽ അബ്യദു വലാ യുജാവിസ് കഅബൈക സുഫ്ലൻ വബ്ദ ബിയമീനിക ലുബ്സൻ വബിശിമാലിക ഖൽഅൻ. ഇൽബസിൽ ജമീല മിന സിയാബ്, വസ്ത്രത്തിൽ നിന്നും ഭംഗിയുള്ളത് നീ ധരിക്കുക. വഅഫ്ളലുഹ, വസ്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽ അബിയദു, വെള്ള വസ്ത്രമാണ്. വലാ യുജാവിസ് കഅബൈക സുഫ്ലൻ, വസ്ത്രം ഒരിക്കലും നിന്റെ നെരിയാണി വിട്ട് താഴേക്ക് ഇറങ്ങരുത്. വബ്ദ ബിയമീനിക ലുബ്സൻ, നീ ധരിക്കുമ്പോൾ വലതുകൊണ്ട് ആരംഭിക്കുക. വബിശിമാലിക ഖൽഅൻ, അഴിക്കുമ്പോൾ
ഇടതുകൊണ്ടും ആരംഭിക്കുക. സഹോദരങ്ങളെ, വസ്ത്രമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ അനുഗ്രഹമാണ്. അല്ലാഹു മനുഷ്യരോട് പറഞ്ഞു, യാ ബനി ആദമ, അല്ലയോ ആദമിൻ്റെ മക്കളെ, മനുഷ്യരെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ, നിങ്ങൾക്ക് നാം നിങ്ങളുടെ നഗ്നത മറക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു, അതുപോലെ അലങ്കാരത്തിനുള്ള വസ്ത്രവും. വലിബാസു തഖ്വ, തഖ്വയാകുന്ന ലിബാസും വസ്ത്രവും. ദാലിക ഖൈർ, അതാകുന്നു ഏറ്റവും ഉത്തമം. ദാലിക മിൻ ആയാത്തില്ല, അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ലഅല്ലഹും യദ്ദക്കറൂൻ, അവർ ചിന്തിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടി. സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ആമുഖമായി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, വസ്ത്രമെന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അള്ളാഹു തആല മറ്റുള്ള ജന്തുക്കളിൽ നിന്നും ജീവികളിൽ നിന്നും മനുഷ്യന് ആദരവ് നൽകി. അതിൽപ്പെട്ടതാണ് മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നു. വലഖദ് കറംനാ ബനി ആദം, തീർച്ചയായും ആദമിൻ്റെ മക്കളെ, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകിയ വളരെ മഹത്തരമായ ഒരു നിഅമത്താണിത്. കാരണം നമ്മുടെ നഗ്നത മറക്കാൻ അത് സാധിക്കുന്നു. വസ്ത്രമുള്ളത് കൊണ്ടാണ് നമ്മൾ നഗ്നത മറക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ അലങ്കാരം സ്വീകരിക്കുന്നു. നല്ല വസ്ത്രം അൽഹംദുലില്ലാ നമുക്കിഷ്ടമുള്ള നിറത്തിലും രൂപത്തിലും നമ്മൾ ധരിക്കുന്നു. അള്ളാഹുവിൻ്റെ നിഅമത്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ്. ഈ കാലത്ത് പോലും ഇത്രയേറെ സുലഭമായി വസ്ത്രം ലഭിക്കുന്ന കാലത്ത് പോലും അത് ഇല്ലാത്ത ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. അത് ധരിക്കാൻ സാധിക്കാത്ത പല കാരണങ്ങൾ കൊണ്ട് പല ആളുകളുമുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഇന്നെനിക്കിത് ധരിക്കണം എന്ന് പറഞ്ഞ് ധരിക്കാൻ സാധിക്കുന്നു. പല രൂപത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ അനുഗ്രഹം നമുക്ക് നൽകിയിട്ടുണ്ട്. റബ്ബിൻ്റെ അനുഗ്രഹമാണ്, അല്ലാഹു റബ്ബുൽ ആലമീൻ എടുത്തു പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ആമുഖമായി നമ്മൾ അത് മനസ്സിലാക്കുക, ഇത് നിഅമത്താണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ വസ്ത്രം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ധരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു പറഞ്ഞതുപോലെ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന രൂപത്തിൽ, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ ധരിക്കാതിരിക്കണം. ഷെയ്ഖ് പറഞ്ഞു, ഇൽബസിൽ ജമീല മിന സിയാബ്, വസ്ത്രങ്ങളിൽ വെച്ച് നീ ഭംഗിയുള്ളത് ധരിക്കുക, ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക. അത് ശർഈയായും പൊതുവെ നാട്ടുനടപ്പായും അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത്. പൊതുവെ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് പൊതുവെ. അപ്പോൾ പിന്നെ മസ്ജിദിലേക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സുബഹ നിസ്കാരത്തിനൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ സഹോദരങ്ങളെ, ഉറങ്ങുമ്പോൾ ധരിച്ച വസ്ത്രങ്ങൾ ധരിച്ചു പോവരുത്. ഉറങ്ങുമ്പോൾ ധരിക്കുന്നത് അത് വേറെ തന്നെ മാറ്റിവെക്കണം. എന്നിട്ട് നല്ല വസ്ത്രം ധരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളൊരു വിരുന്നിന് പോകുമ്പോൾ, 4 ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഏറ്റവും നല്ലതേ ധരിക്കുകയുള്ളൂ. അങ്ങനെയാണ് ധരിക്കേണ്ടത്. അല്ലാഹുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം, നല്ല വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കണം. സാധാരണ പള്ളിയിൽ പോകുമ്പോൾ ധരിക്കാൻ മാത്രം കോളർക്ക് കച്ചറൊക്കെ ഉള്ളൊരു കുപ്പായ ഉണ്ടാവും, അതാണ് പള്ളിയിൽ പോകുമ്പോൾ ഇടുക. അത് കാലങ്ങളായിട്ട് ചിലപ്പോൾ ആ ഒരു വസ്ത്രം തന്നെ ഉണ്ടാവും, കുറേ കാലം കൂടിയിട്ട് അത് തിരുമ്പുള്ളൂ, അലക്കുള്ളൂ. അങ്ങനെ ആവരുത്. മസ്ജിദിലേക്ക് പോകുമ്പോഴാണ് നല്ല വസ്ത്രം ധരിക്കേണ്ടത്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ പൊതുവേ ശരീഅത്ത് പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത്. കാണുമ്പോൾ ഭംഗിയുള്ള അലങ്കാര വസ്ത്രം എന്നത് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞാണ്. അലങ്കാരം എന്നുള്ളത് അള്ളാഹു നമുക്ക് അനുവദിച്ചതാണ്. ഓരോരുത്തർക്കും സാധിക്കുന്ന രൂപത്തിൽ, അവരുടെ സാമ്പത്തികത്തിന് അനുയോജ്യമായ രൂപത്തിൽ അവർക്ക് ധരിക്കാവുന്നതാണ്. ഒരാൾക്ക് നല്ല സമ്പത്തുണ്ട്, അപ്പോൾ കുറച്ച് വില കൂടിയ വസ്ത്രം അയാൾക്ക് ധരിക്കാവുന്നതാണ്. അല്ലാതെ അയാൾ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് നടക്കരുത്.
അള്ളാഹുവിൻ്റെ അനുഗ്രഹം പറയാനും അതുപോലെ പ്രകടിപ്പിക്കാനും ഉള്ളതാണ്. ഇപ്പോൾ നല്ല വസ്ത്രം ഉണ്ടായിട്ട് ഒരാൾ അത് ധരിക്കുന്നില്ല എങ്കിൽ പിശുക്കനായി നടക്കുക എന്നുള്ളത് മോശമായ കാര്യമാണ്, അത് പാടില്ല. ഉള്ളതുപോലെ നല്ല വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കണം. വഅഫ്ളലുഹ, വസ്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് അൽ അബിയദ്, വെള്ള വസ്ത്രം എന്നുള്ളതാണ്. വെള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് ശ്രേഷ്ഠകരമായ കാര്യമാണ്, പുണ്യകരമായ കാര്യമാണ്. ഒരാൾ വെള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് അയാൾക്ക് പ്രതിഫലം ലഭിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇൽബസു മിൻ സിയാബിക്കുമുൽ ബയാദ്, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്നും വെള്ള ധരിക്കുക. ഫഇന്നഹ മിൻ ഖൈരി സിയാബിക്കും, തീർച്ചയായും വെള്ള വസ്ത്രം എന്നുള്ളത് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും ഉത്തമമായ വസ്ത്രമാണ്. വകഫിനു ഫീഹ മൗതാക്കും, നിങ്ങളിലെ മരണപ്പെട്ടവരെ അതുകൊണ്ട് ആ വെള്ള നിറത്തിലുള്ള വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വെള്ള വസ്ത്രം ഒരാൾ ധരിക്കുക എന്നുള്ളത് അയാൾക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. മാത്രമല്ല വെള്ള നിറമാണ് നിറങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ നിറം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഒരാൾ അത് ധരിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്, പുണ്യകരമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായി ഷെയ്ഖ് പറഞ്ഞു, വലാ യുജാവിസ് കഅബൈക സുഫ്ലൻ, വസ്ത്രം ധരിക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞു നല്ല വസ്ത്രം ധരിക്കണം, അതിലേറ്റവും ഉത്തമമായത് വെള്ളയാണ്. ശരി, എന്നാ ധരിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ ചില നിബന്ധനകൾ പാലിക്കാനുണ്ട്. അതിൽപ്പെട്ടതാണ് വലാ യുജാവിസ് കഅബൈക സുഫ്ലൻ, നിന്റെ രണ്ട് നെരിയാണികൾ വിട്ടത് താഴേക്ക് ഇറങ്ങരുത്. നെരിയാണി വിട്ട് താഴേക്ക് ഇറങ്ങാൻ പാടില്ല. അഥവാ നമ്മുടെ ഔറത്ത് നമുക്കറിയാം, പുരുഷന്മാരുടേത് പൊക്കിളിൻ്റെയും മുട്ടിൻ്റെയും ഇടയിലാണ് ഔറത്ത് എന്നുള്ളത്. അതിന് പുറമെ നമ്മൾ ധരിക്കുന്നതെല്ലാം നേരത്തെ പറഞ്ഞ അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ പൊതുവെ വസ്ത്രം ധരിക്കുക. ഒരാൾ നീളമുള്ള വസ്ത്രം ധരിച്ചു എന്ന് വിചാരിക്കുക, ഒരാൾ പാൻറ് ധരിച്ചു എന്ന് വിചാരിക്കുക. ഇത് അതിൻ്റെ നീളം എവിടെ വരെ എത്താൻ പാടുള്ളൂ? നെരിയാണി വരെ എത്താൻ പാടുള്ളൂ. നെരിയാണി വിട്ട് താഴേക്ക് പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്റത്തുൽ മുസ്ലിമി, അതല്ലെങ്കിൽ മറ്റൊരു റിവായത്തിൽ ഇസ്റത്തുൽ മുഅ്മിനി, ഒരു മുസ്ലിമിൻ്റെ അതല്ലെങ്കിൽ ഒരു മുഅ്മിനിൻ്റെ വസ്ത്രം എന്നത് ഇലാ നിസ്ഫി സാഖി, കണങ്കാലിൻ്റെ പകുതി വരെയാണ് അതിൻ്റെ കണക്ക്. വലാ ഹറജ ഔ ലാ ജുനാഹ ഫീമാ ബൈനഹു വബൈനൽ കഅബൈനി, അത് വിട്ട് കണങ്കാലിൻ്റെയും നെരിയാണിൻ്റെയും ഇടയിലാവുക എന്നുള്ളത് കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി വസ്ത്രത്തിൻ്റെ നീളം നിസ്ഫു സാഖാണ്, കണങ്കാലിൻ്റെ പകുതി വരെ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് നെരിയാണിയാണെങ്കിൽ അവിടുന്ന് കുറച്ചും കൂടി കയറിയിട്ട് ഇതാണ് കണങ്കാല്. കാണുന്നുണ്ടാവും, കേൾക്കുന്നവർക്ക് കാണൂല. കണങ്കാലിൻ്റെ പകുതി വരെയാണ് അതിൻ്റെ കണക്ക്. കണങ്കാലിൻ്റെ പകുതി വരെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഒരാൾ ഉയർത്തി ഒരൽപ്പം കയറ്റിയാൽ അതിന് നമ്മൾ ആക്ഷേപിക്കേണ്ടതില്ല. അത് തീവ്രവാദമോ ഭീകരവാദമോ അല്ല, സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിൻ്റെ വസ്ത്രമായി പറഞ്ഞത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കയറ്റരുത്, അത് പരിധി വിട്ട പരിപാടിയാണ്. നിസ്ഫു സാഖ് എന്ന് പറഞ്ഞാൽ അതാണ് അളവ്, അതിൻ്റെ മുകളിലേക്കൊരു തഖ്വയില്ല. അവിടുന്ന് താഴേക്കിറങ്ങാം, നെരിയാണി വരെ ഒരാൾക്ക് ഇറക്കി ഉടുക്കാം, അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല. ഇത് ഹദീസിൽ വന്ന പ്രയോഗമാണ്. മുഅ്മിനിൻ്റെ വസ്ത്രം എന്നത് നിസ്ഫു സാഖ്, കണങ്കാലിൻ്റെ പകുതി വരെയാണ് നിൽക്കേണ്ടത്, അവിടെ വരെയാണ് അതിൻ്റെ കണക്ക്. അവിടുന്ന് താഴോട്ട് ഇറക്കൽ അനുവദനീയമാണ്. അതുകൊണ്ടാണ് നമ്മൾ നെരിയാണിക്ക് തൊട്ട് മുകളിലായി ധരിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് ധരിക്കാം, അത് ഈ പറഞ്ഞ വസ്ത്രത്തിൻ്റെ അളവിൽപ്പെട്ടതാണ്. അതിനെയും പരിഹസിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? നെരിയാണിക്ക് മുകളിലാക്കിയാൽ തന്നെ പരിഹസിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകൾ വരെയുണ്ട്. മുസ്ലിമീങ്ങളായ ആളുകളുണ്ട്, വരെയുണ്ടെന്നല്ല, മുസ്ലിമീങ്ങളായ ആളുകളുണ്ട്, ഇസ്ലാമിൻ്റെ പേരുള്ള ആളുകളുണ്ട്. ഇപ്പോൾ നെരിയാണിക്ക് മുകളിൽ
ആണ് നമ്മൾ വസ്ത്രം ധരിക്കേണ്ടത്. അവിടുന്ന് താഴേക്ക് ഒരിക്കലും ഇറങ്ങാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, മാ കാന അസ്ഫല മിനൽ കഅബൈനി ഫഹുവ ഫിന്നാർ. ഒരാളുടെ 2 നെരിയാണികൾ വിട്ട് താഴേക്ക് ഇറങ്ങുക എന്നുള്ളത് അത് നരകത്തിലാണ്. അപ്പോൾ നെരിയാണി വിട്ട് താഴേക്ക് വസ്ത്രം ഇറക്കുക എന്നുള്ളത് നരകത്തിലേക്ക് പോകുന്ന പരിപാടിയാണ് എന്ന് ചുരുക്കം. അപ്പോൾ നെരിയാണി വിട്ട് ഒരിക്കലും സഹോദരങ്ങളെ നമ്മുടെ വസ്ത്രം താഴേക്ക് ഇറക്കരുത്. ചില ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോൾ കയറ്റി വെക്കും, കുറച്ച് കഴിഞ്ഞാൽ താഴേക്ക് ഇറക്കും. പള്ളിയിൽ നമ്മളെ കാണുന്ന അതേ റബ്ബ് തന്നെയാണ് പള്ളിക്ക് പുറത്തുനിന്ന് നമ്മളെ കാണാനുള്ളത്. എല്ലാ സമയത്തും നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്, കൽപ്പിക്കപ്പെട്ടത്. അതങ്ങനെ തന്നെ നമ്മൾ പാലിക്കണം. കാരണം അത് വിട്ട് താഴേക്ക് ഇറങ്ങുക എന്നുള്ളത് നരകം കൊണ്ട് താക്കീത് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് വൻപാപമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നരകം കൊണ്ട് താക്കീത് ചെയ്യപ്പെട്ട ഒരു തിന്മ അൽ കബായിറിൽപ്പെട്ടതാണ്. എന്താണ് കബായിർ? ജീവിതത്തിൽ വന്നാലുള്ള പ്രശ്നം, ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല. ചെറിയ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ വൻപാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതൊരു നിബന്ധനയാണ്. അപ്പോൾ വൻപാപം ജീവിതത്തിൽ ഉണ്ടായാൽ, വൻപാപങ്ങൾ ഉണ്ടായാൽ ചെറിയ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല. വലിയ അപകടമാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അവിടുന്ന് വീണ്ടും പറഞ്ഞു, മൻ ജറ ഇസാറഹു ബതറൻ ലം യൻദുരില്ലാഹു ഇലൈഹി. ആരെങ്കിലും അവൻ്റെ തുണി, അവൻ്റെ വസ്ത്രം നെരിയാണി വിട്ട് അഹങ്കാരത്തോടുകൂടി വലിച്ചിഴച്ചാൽ അള്ളാഹു അവനെ നോക്കുകയില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നെരിയാണി വിട്ട് താഴേക്ക് വലിച്ചിഴക്കുക എന്നുള്ളത് പാടില്ല. അതൊരാൾ അഹങ്കാരത്തോടെ ചെയ്താൽ കൂടുതൽ അപകടമാണ്. അപ്പോൾ ചില ആളുകൾ പറയാറുള്ളത്, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് ഞാൻ അഹങ്കാരത്തോടു കൂടിയല്ല എന്നാണ്. അഹങ്കാരത്തോടു കൂടിയല്ല ഞാൻ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ആ പറച്ചൽ തന്നെ അഹങ്കാരമാണ്. ആ പറച്ചൽ തന്നെ അഹങ്കാരമാണ്. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെരിയാണി വിട്ട് താഴേക്ക് ഇറക്കരുത് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഇറക്കിക്കഴിഞ്ഞാൽ അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ്. പിന്നെ അഹങ്കാരം കൂടി ഉണ്ടെങ്കിലോ ഡബിളായി എന്നുള്ളൂ, ഇരട്ടിയായി. അതേ അതിൻ്റെ വ്യത്യാസമുള്ളൂ. ഞാൻ ഇറക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്ക് ഇറങ്ങിപ്പോവാറുണ്ടല്ലോ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്, നമ്മൾ പോലത്തെ ആളല്ല. വ്യത്യാസമുണ്ട്. നമ്മൾ ഇറക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാതെ ഇറങ്ങിപ്പോകുന്നത് പോലെയല്ലല്ലോ. കരുതിക്കൂട്ടി ഇറക്കി വെക്കുന്നല്ലേ, താഴേക്ക് ഇറക്കി എന്നിട്ടത് വെക്കേണ്ട പോലെ വെച്ച് അങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങി പോവാറുള്ളത്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിലൂടെ താക്കീത് ചെയ്ത കാര്യമാണിത്. സാധാരണ താഴേക്ക് വലിച്ചഴിച്ചാലും ശരി, അഹങ്കാരത്തോടു കൂടി ആയാലും ശരി, രണ്ടും ഗുരുതരമാണ്. ഒന്ന് ഗുരുതരമാണ്, രണ്ടാമത്തേത് അതിനേക്കാൾ ഗുരുതരമാണ്. രണ്ടായാലും പ്രശ്നം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നരകം കൊണ്ട് താക്കീത് ചെയ്യപ്പെട്ട തെറ്റുകൾ അത് അൽ കബായിറിൽപ്പെട്ടതാണ്. ഷെയ്ഖ് പറഞ്ഞു, വബ്ദ ബിയമീനിക ലുബ്സൻ, ധരിക്കുമ്പോൾ നീ വലത് കൊണ്ട് ആരംഭിക്കുക. അപ്പോൾ നമ്മൾ വലത് കൊണ്ട് ആരംഭിക്കണം. കൈയിടുമ്പോൾ വലത്തെ കൈ കൊണ്ട് ആരംഭിക്കുക. ഇനി ഒരാൾ തലയിൽ കൂടെയാണ് വസ്ത്രം ധരിക്കുന്നത്, അപ്പോൾ എന്ത് ചെയ്യണം? തലൻ്റെ വലതുഭാഗം പരിഗണിക്കേണ്ടോ? ഇല്ല, നേരിട്ടാൽ മതി. കൈ അതല്ലെങ്കിൽ കാല് ഇവിടെയാണ് വലത് പരിഗണിക്കേണ്ടത്. സഹോദരങ്ങളെ, വബ്ദ ബിയമീനിക ലുബ്സൻ, വസ്ത്രം ധരിക്കുമ്പോൾ വലത് കൊണ്ട് ആരംഭിക്കുക. അഥവാ അത് ഷർട്ടാവട്ടെ, കുപ്പായമാവട്ടെ, അതല്ലെങ്കിൽ പാൻ്റ് ആവട്ടെ, അതുപോലെയുള്ള എന്തുമാവട്ടെ, വലത് കൊണ്ട് ആരംഭിക്കുക. അഥവാ കൈയും കാലുമാണ് ഉദ്ദേശം. ഒരാൾ തലയിൽ കൂടെ ധരിക്കുകയാണെങ്കിൽ അത് നേരെ ധരിക്കുക എന്നത് മാത്രമാണ്. അവിടെ പ്രത്യേകിച്ച് വലതും ഇടതും പരിഗണിക്കേണ്ടതില്ല. അഞ്ചാമത്തെ കാര്യം, വബിഷിമാലിക ഖൽഅൻ, അഴിക്കുമ്പോൾ ഇടത് കൊണ്ട് ആരംഭിക്കുക. ധരിക്കുമ്പോൾ വലതും, അഴിക്കുമ്പോൾ ഇടതും ആയിരിക്കണം.
വലതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിക്കുകയും അവിടുന്ന് ഇടതുകൊണ്ട് അഴിക്കുമ്പോൾ ആരംഭിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അവിടുത്തെ സ്വഭാവമെന്നത് എല്ലാ കാര്യവും അവിടുന്ന് അഥവാ നല്ല കാര്യങ്ങളെല്ലാം വലത് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഹദീസിൽ കാണാം. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്ജിബുഹു തയമ്മുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലത് ഇഷ്ടപ്പെട്ടിരുന്നു. ഫീ തനഉലിഹി വതറജ്ജുലിഹി വതുഹൂരിഹി ഫി ശഅനി കുല്ലിഹി. അവിടുത്തെ ചെരുപ്പ് ധരിക്കുന്ന വിഷയത്തിലും അവിടുന്ന് മുടിചീകുന്ന വിഷയത്തിലും അവിടുന്ന് ശുദ്ധി ആക്കുന്ന വിഷയത്തിലും എല്ലാറ്റിലും അവിടുന്ന് വലത് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അവിടുന്ന് ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാല് മുന്തിക്കും. നമ്മിൽ പലരും ചെരുപ്പ് ധരിക്കുമ്പോൾ ഇടത്തെ കാലാണ് ആദ്യം ധരിക്കൽ. അങ്ങനെയല്ല, ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തെ കാല് ധരിക്കണം, വലത്തെ കാല് മുന്തിക്കണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, മുടി ചീകുമ്പോൾ വലത് നിന്ന് ആരംഭിച്ചിരുന്നു എന്നാണ്. അതുപോലെ വുദു എടുക്കുമ്പോൾ അവിടുത്തെ ശുദ്ധിയുടെ സന്ദർഭത്തിൽ വലതിനെ മുന്തിച്ചിരുന്നു. വസ്ത്രധാരണത്തിലും അവിടുന്ന് അത് തന്നെയാണ് പാലിച്ചിരുന്നത്. ഇത് സഹോദരങ്ങളെ വസ്ത്രധാരണ മര്യാദയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ പുരുഷൻ്റെ വസ്ത്രധാരണം മാത്രമാണ് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് പുരുഷന്മാർ അവരുടെ ഔറത്ത് മുട്ടുപൊക്കിളിനിടയിലാണ്. അതുപോലെ തന്നെ നരിയാണി വിട്ട് താഴേക്ക് ഇറങ്ങരുത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ മുഴുവനും ഔറത്താണ്. അവർ നരിയാണി വരെയല്ല, മറിച്ച് താഴേക്ക് ഇറക്കണമെന്നാണ്. കാൽപാദങ്ങൾ കാണാൻ പാടില്ല. അവരുടെ നെറ്റിയുടെ അറ്റത്തുള്ള മുടി മുതൽ കാലിൻ്റെ വിരൽ വരെ ഔറത്താണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മുഴുവനും ഔറത്താണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അവർ ശ്രദ്ധിക്കുക. ഇത് സഹോദരങ്ങളെ പൊതുവെ വസ്ത്രധാരണ മര്യാദകൾ പറയുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ നിഅമത്താണെന്നും അള്ളാഹുവും അവൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് ധരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ മറക്കരുത്. വസ്ത്രം അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ഭക്ഷണം പോലെ, പാർപ്പിടം പോലെ, താമസ സൗകര്യം പോലെ അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അതുകൊണ്ട് തന്നെ അതിന് നന്ദി സൂചകമായി പ്രാർത്ഥന ചൊല്ലേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമുക്ക് കാണാം. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദ സൗബ വറസഖനിഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ. അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള വാക്കുകളാണ്. അഥവാ എൻ്റെ യാതൊരു കഴിവും ശക്തിയും കൊണ്ടല്ലാതെ എനിക്ക് ഈ വസ്ത്രം നൽകിയ, എന്നെ വസ്ത്രം ധരിപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പം അത് സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥനകളുണ്ട്. അത് നമ്മൾ പഠിച്ച് ഈ പറഞ്ഞ വസ്ത്രധാരണ മര്യാദയിൽ ശ്രദ്ധിക്കുക എന്നത് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വസ്ത്രം അഴിക്കുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് വസ്ത്രം അഴിക്കുക. കാരണം നമ്മൾ നഗ്നരാകുമ്പോൾ അള്ളാഹുവിൻ്റെ മറ്റൊരു പടപ്പുകളായ പിശാചുക്കൾ നമ്മുടെ നഗ്നത കാണാതിരിക്കാൻ, അവരിൽ നിന്ന് മറയിടാൻ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വസ്ത്രം അഴിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് 10 മര്യാദകളായി ഷെയ്ഖ് പറഞ്ഞത്. അൽ ആദാബുൽ ആശറ എന്നാണ് ഈ കിതാബിൻ്റെ പേര്. 10 മര്യാദകൾ അഥവാ സലാം പറയേണ്ട മര്യാദകൾ, അതുമായി ബന്ധപ്പെട്ട മര്യാദകൾ നമ്മൾ മനസ്സിലാക്കി. സമ്മതം ചോദിക്കൽ, ഭക്ഷണ മര്യാദ, സംസാര മര്യാദ, ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദ, തുമ്മിയാൽ ശ്രദ്ധിക്കേണ്ട മര്യാദ, കോട്ടുവായിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദ, സദസ്സിൽ പാലിക്കേണ്ട മര്യാദ, വഴിയിൽ പാലിക്കേണ്ട മര്യാദ, അതുപോലെ അവസാനമായി വസ്ത്രം, അതുമായി ബന്ധപ്പെട്ട മര്യാദ. ഇങ്ങനെ ഒരു മുസ്ലിമിന് നിരന്തരം നിത്യജീവിതത്തിൽ ആവശ്യമുള്ള, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട, പാലിക്കേണ്ട മര്യാദകളാണ്
10 കാര്യങ്ങളായി നമ്മൾ മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം അവസാനമായി തമ്മത് ബിഹംദില്ലാ എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിച്ചത്. അഥവാ അള്ളാഹുവിന് സ്തുതി പറഞ്ഞു, ഇത് പൂർത്തിയായിരിക്കുന്നു. അഥവാ 10 കാര്യങ്ങൾ പറഞ്ഞ് പൂർത്തീകരിച്ചതിന് ശേഷം അള്ളാഹുവിനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അദ്ദേഹം നന്ദി വാക്ക് പറയുകയാണ്. അത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹില്ലദി ബിനിഅമതിഹി തതിമ്മു സാലിഹാത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ആണ് നമുക്ക് നന്ദി പറയാനുള്ളത്. നന്മകൾ, നല്ല കാര്യങ്ങൾ അത് പൂർത്തീകരിക്കാൻ അള്ളാഹുവാണ് നമുക്ക് തൗഫീഖ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് റബ്ബിന് സ്തുതി. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.